കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ രാത്രി വേളയിൽ ദൈവവചനവുമായി റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ അനുഗ്രഹീതമായ നിലയിൽ കർത്തൃ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാത്മീക ശുശ്രൂഷയാണ് റോസ് ഫാമിലിയിലൂടെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന കർത്തൃദാസിയെ ഓർത്ത് പ്രത്യേകാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ റോസ്ലിം സിസ്റ്റർ, തൻ്റെ കുടുംബം, അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൽ അഡ്മിൻസ് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അപ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗവാക്കുകളായി പ്രാർത്ഥിക്കുകയും വിവിധ ശുശ്രൂഷകൾക്ക് ആ നിലകളിൽ തങ്ങളാൽ ആവോളം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യായി ഇന്ന് രാത്രി ദൈവവചനവുമായി ഈ ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പ്രത്യേകാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 32-ാമത് വാക്യമാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെ വായിക്കുന്നു: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവവചനത്തിൽ നിന്ന് ഞാൻ വായിച്ച വാക്യഭാഗം ഒന്നുകൂടെ ഉരുവിടുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത് വാക്യം: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, സത്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ നിശ്ചയമായും സ്വതന്ത്രരാകും. കർത്താവ് പറഞ്ഞ വാക്യമാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സത്യത്താലുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ന് രാത്രി തിരുവചനത്തിലൂടെ ഇവിടെ വിളംബരം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം ഒരിക്കൽ രാഷ്ട്രീയമായി സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അതിൻ്റേതായിരിക്കുന്ന മാധുര്യമേറിയ അനുഭവങ്ങൾ നാം രുചിക്കുമ്പോൾ തന്നെ കൈപ്പേറിയ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്ന എത്രയോ കനത്ത കയ്പിൻ്റെ അനുഭവമാണ് അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ മധുരക്കനി നുണഞ്ഞ് ഇറക്കുമ്പോൾ തന്നെ അസ്വാതന്ത്ര്യത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ അനുദിനം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ സ്വാതന്ത്ര്യം എവിടെ എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഇന്നും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ തലങ്ങളിലും നിലകളിലും നിലവാരങ്ങളിലും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് സവിസ്താരമായി വിസ്തരിക്കുവാൻ ഞാൻ ഇപ്പോൾ അവസരമെടുക്കുന്നില്ല. എങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ രാത്രിയാണ്. അതിനുവേണ്ടിയാണ് ദൈവവചനത്തിൻ്റെ ഈ സത്യം ഞങ്ങളിവിടെ വിളംബരം ചെയ്യുന്നത്. ഒന്ന്, ഈ സത്യം നിങ്ങൾ അറിയണം. എന്താണ് സത്യം? ശ്രദ്ധിക്കുക, സത്യഗ്രന്ഥം എന്ന് പേരുകൊണ്ട് ഒരൊറ്റ പുസ്തകമേ ലോകത്തിലുള്ളൂ. ദാനിയേൽ പ്രവചനം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ആ വാക്യഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാം. ദാനിയേൽ പ്രവചനം
അതിന്റെ 10-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്, സത്യഗ്രന്ഥം എന്ന് പേരുകൊണ്ട ഒരേ ഒരു പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ നമ്മൾ വാങ്ങി അതിന്റെ പുറന്താളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സത്യവേദ പുസ്തകം. അപ്പോ സത്യം എന്ന് പറയപ്പെട്ട ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ബൈബിളാണ്. സത്യവേദ പുസ്തകം, സത്യഗ്രന്ഥം. വാസ്തവത്തിൽ ഈ ബൈബിളിനെ കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകം ഏതാ? ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞാൽ, ഭാഷകളില്ലാത്ത, ലിപികളില്ലാത്ത അനവധി ആദിവാസികളും, ഒന്നുകൂടെ പറഞ്ഞ കാട്ടുവാസികളും ഒക്കെ ഉണ്ട്. നിരവധി ഭാഷകളുള്ളതും ഭാഷകളില്ലാത്തതുമായ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും അവരുടെ ഭാഷയിൽ ഒരു ട്രാക്റ്റെങ്കിലും, ഒന്നുകൂടെ പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ഒരു പുസ്തകമെങ്കിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പഠനവിധേയമാക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം, സകല ആളുകളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയണം, ഈ സത്യം ആരും അറിയാതിരിക്കരുത് എന്നുള്ളത് കൊണ്ട് മിക്കവാറും എല്ലാ ഭാഷകളിലും തന്നെ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പുസ്തകം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, വിശുദ്ധ ബൈബിളാണ്. ബെസ്റ്റ് സെല്ലർ എന്നറിയപ്പെടുന്ന, ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകം ഏതാ? അത് ബൈബിളാണ്. ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകം, ആമേൻ, അത് ബൈബിളാണ്, അഥവാ ദൈവത്തിൻ്റെ വചനമാണ്. ടാബിബ്ലിയ എന്ന പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പേരുണ്ടായത്. ടാബിബ്ലിയ, ആ പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പേര് വന്നത്. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തക സഞ്ചയം എന്നാണ്. അനവധി പുസ്തകങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്നതിന് പുസ്തക സഞ്ചയം അഥവാ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറി. 66 പുസ്തകങ്ങളാണ് ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലൈബ്രറിയാണ് വിശുദ്ധ ബൈബിൾ എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, അനുദിനം നാം പത്രങ്ങൾ വരുത്തുന്നവരും വായിക്കുന്നവരും വാർത്തകൾ അറിയുന്നവരുമാണ്. ഇന്നലകളിലെ വാർത്തകളാണ് ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്നലകളിലെ വാർത്തകൾ ചൂടുവാർത്തയായി ഇന്ന് പത്രങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ, നൽകുമ്പോൾ, ബൈബിൾ നാളെ എന്ത് സംഭവിക്കും എന്നുകൂടി മുൻകൂട്ടി പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇന്നലകളിലെ വാർത്തകൾ മാത്രമായി ചൂടൻ വാർത്തകൾ എന്ന് പറഞ്ഞ് നമുക്കറിയാം, കൊച്ചു പത്രങ്ങളൊക്കെ, ചെറിയ പത്രങ്ങളൊക്കെ ഇങ്ങനെ വിറ്റഴിക്കുക. ചൂടൻ വാർത്തകൾ എന്ന് പറഞ്ഞ് വിറ്റഴിക്കുമ്പോൾ നടന്ന സംഭവങ്ങളെ, ഇന്നലകളിൽ നടന്ന സംഭവങ്ങളെ നമ്മുടെ കൺമുൻപിൽ എന്ത് ചെയ്യുക? നിരത്തി കാണിക്കുക ഈ വാർത്തകളിലൂടെ. പക്ഷേ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്നെ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കണം, നാളെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രസ്താവിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സത്യവചനമായ വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ടല്ലേ ഈ ബൈബിളിന് സ്തോത്രം ഇത്രയും ഉന്നതമായ, ഉദാത്തമായ, ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ ഉള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ചരിത്രത്തെ മുൻകൂട്ടി രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിളാണ്. ചരിത്രം മുൻകൂട്ടി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. അനവധി ചരിത്രങ്ങൾ, സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ചരിത്രമായി മാറുവാൻ പോകുന്നതുമായ ഒട്ടനവധി സംഭവങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ പുസ്തകം നമ്മുടെ മുൻപിൽ ദൈവം തൻ്റെ തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തുന്ന നിത്യസത്യങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ ബൈബിളിൻ്റെ പേരാണ് സത്യവേദ പുസ്തകം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏതാണ്ട് 1500
ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരിയായ മോശ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം എഴുതി. ഒന്നുകൂടെ പറഞ്ഞാൽ ആദ്യത്തെ പുസ്തകമല്ല, പെന്റാറ്റുക്ക് എന്ന് പറയും, പഞ്ചഗ്രന്ഥങ്ങൾ. മോശ എഴുതിയ 5 പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. ഈ 5 പുസ്തകങ്ങൾ മോശസ് എഴുതിയതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയിൽ ബിരുദധാരിയായിരുന്നു മോശ. പഞ്ചഗ്രന്ഥങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി? എഴുതുകയുണ്ടായി. ഒരു കാര്യം മനസ്സിലാക്കുവാൻ, ബൈബിളിൻ്റെ അനിഷേധ്യമായ ഉന്നതമായ ആ ഉയർച്ച ഒന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ കാര്യം, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറി വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി, ഇതിൻ്റെ പശ്ചാത്തലമൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. മോശ അന്ന് ഈജിപ്ഷ്യൻ സർവകലാശാലയിൽ പഠിച്ചിരുന്ന ഒരു പ്രത്യേക ചിന്തയുണ്ടായിരുന്നു. അവിടെയും ഒരു പരിണാമ സിദ്ധാന്തം പോലെ അവന് പഠിപ്പിച്ചിരുന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നൈൽ നദി തടത്തിൽ പ്രത്യേകം അടിഞ്ഞുകൂടുന്ന ഒരുതരം പുഴുക്കളിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പരിണാമ സിദ്ധാന്തം ഈജിപ്തിൽ ഉണ്ടായിരുന്നു. നൈൽ നദിയുടെ തീരത്ത് അടിഞ്ഞുകൂടിയ ഒരുതരം പുഴുക്കളിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് ഈജിപ്ഷ്യൻ സർവകലാശാലയിൽ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിണാമ സിദ്ധാന്തത്തെ വിശ്വസിച്ചിരുന്നവരായിരുന്നു അവർ. എന്നാൽ മോശ പുസ്തകം തൂലിക എഴുതി എടുത്ത് ദൈവത്തിന്റെ വചനം എഴുതുവാനായിട്ട് ആരംഭിച്ചപ്പോൾ താൻ നൈൽ നദിയിൽ അടിഞ്ഞുകൂടിയ പുഴുക്കളിൽ നിന്ന് മനുഷ്യനുണ്ടായെന്നല്ല എഴുതിയത്. ആമേൻ. ദൈവം മനുഷ്യനെ തന്റെ കരാങ്കുലികങ്ങൾ കൊണ്ട് മണ്ണെടുത്ത് മെനഞ്ഞ് അവന്റെ ഉള്ളിൽ ജീവശ്വാസം ഊതിയെന്ന് മോശ എഴുതുകയുണ്ടായി. കാരണം മോശ എഴുതിയത് ഇവിടുത്തെ പഠിപ്പിക്കലുകളല്ല, താൻ പഠിച്ച സർവകലാശാലയിൽ ആരെയോ എവിടെയോ ഒക്കെ ചിന്ത ഇവിടെ യിൽ ഉരുത്തിരിഞ്ഞ ചിന്തകളല്ല, മറിച്ച് ദൈവം തന്റെ ആത്മാവിനാൽ തന്റെ ഹൃദയത്തിൽ നൽകിയ ദൈവിക സന്ദേശം. മനുഷ്യനെ ദൈവം എങ്ങനെ മെനഞ്ഞു എന്നും അവനെ മണ്ണെടുത്ത് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ദൈവം തന്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ചു എന്ന് മോശ പഞ്ചഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതുകയുണ്ടായി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം സത്യമാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുകയുണ്ടായി. മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന സകല ഘടകങ്ങളും, ഈ ശരീരത്തിലുള്ള ഘടകങ്ങൾ മുഴുവൻ മണ്ണിലുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു. ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവൻ എഴുതിയ, മോശ എഴുതിയ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനത്തിന്റെ ഉത്തംഗവും ഉദാത്തവുമായ ഉന്നതമായ സത്യങ്ങളെ നമ്മുടെ കൺമുൻപിൽ തുറന്നു കാണിക്കുന്നതിനെത്രേ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, സ്തോത്രം, യേശുവിന്റെ വാത്സല്യ ശിഷ്യൻ യോഹന്നാനാണ് ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നത്. പത്മോസിന്റെ ഏകാന്ത തടവറയിൽ ആമേൻ വെച്ച് യോഹന്നാൻ എഴുതി അവസാനിപ്പിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആരംഭ പുസ്തകം ഉൽപ്പത്തിയിൽ ഞാൻ വിശദീകരണത്തിലേക്ക് അങ്ങ് പോകുന്നില്ല. അനവധി ഉൽപ്പത്തിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപത്തിന്റെ ഉൽപ്പത്തി, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, മനുഷ്യന്റെ ഉൽപ്പത്തി, ഈ കാണുന്ന ജീവജാലങ്ങളുടെ ഉൽപ്പത്തി, ഇതെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതിന്റെ എല്ലാം അവസാനം, ആരംഭമുള്ളതിനെല്ലാം ഒരു അവസാനമുണ്ട്. അവസാനത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ശ്ലീഹ, യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന യോഹന്നാന് പത്മോസിന്റെ ആ ഏകാന്ത തടവറയ്ക്കകത്ത് ഡൊമീഷ്യൻ ചക്രവർത്തി കൊണ്ടിട്ടെങ്കിലും ആ തടവറ ദൈവം ദർശനങ്ങളുടെ കലവറയാക്കി മാറ്റി. അതിനകത്ത് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ അനിഷേധ്യമായ ഉദാത്തമായ ഉന്നതമായ വെളിപ്പാടുകളുടെ ഒരു കലവറയാണ് വെളിപ്പാട് പുസ്തകം. ഈ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ 1600 വർഷങ്ങൾ വ്യത്യാസമുണ്ട്. ഉൽപ്പത്തി പുസ്തകം എഴുതിയതിനു ശേഷം 1600 വർഷങ്ങൾ കൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ 16 നൂറ്റാണ്ടുകളിലായി 40-ലധികം എഴുത്തുകാരാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ തലമുറകൾ, 40-ലധികം തലമുറകൾ
ആളുകൾ ഇതിനകത്ത് എഴുത്തുകാരായി 16 നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട സാമൂഹിക സാംസ്കാരിക വ്യതിയാനങ്ങൾ പലതും മാറി മാറി മറിഞ്ഞിവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആഘാതങ്ങളൊന്നും ലേശം പോലും ഏശാതെ ഏതാണ്ട് 40-ലധികം എഴുത്തുകാരാൽ 1600 വർഷങ്ങൾ കൊണ്ട് വിരചിതമായ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇതുപോലെ ഉന്നതമായൊരു പുസ്തകം ഇല്ലെന്നേ. ഇതിനകത്തെ എഴുത്തുകാര് ഞാൻ ഈ പറഞ്ഞ പോലെ ഈജിപ്തിലെ സർവകലാശാലയിൽ പഠിച്ച മോശ, എന്തിനേറെ പറയണം, രാജാക്കന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, സൈന്യാധിപന്മാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മുക്കുവന്മാരുണ്ട്. ഇവർ തമ്മിൽ കാണുകയോ ആലോചിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യാതെ എഴുതിയിട്ടുള്ള പുസ്തകമാണ് കേട്ടോ. മനുഷ്യ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഉള്ള ആളുകൾ, വ്യത്യസ്തരായ മനുഷ്യർ, 40ഓളം എഴുത്തുകാർ, അവർ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അന്യോന്യം ബന്ധപ്പെടുകയോ ആലോചിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യാതെ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ വിരചിതമായ ഉന്നതവും ശ്രേഷ്ഠവുമായ പുസ്തകം. അതാണ് സത്യവേദ പുസ്തകം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചില യാഥാർത്ഥ്യങ്ങൾ. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി ഹല്ലേലൂയ പറയലെന്ന് എനിക്കറിയാം, സ്തോത്രം പറയാൻ പാടാ. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഹൃത്തടങ്ങളിൽ ആഴമായി പതിയേണ്ട ചില ചിന്തകളാ. ഇവിടെ ഞാൻ കുറച്ച് ബഹളം വെച്ച് ഹല്ലേലൂയ പറ, സ്തോത്രം പറയാനൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ദൈവമൊക്കെ ഒത്തിരി പേര് കൂടും, സന്തോഷമാണ്, ഭയങ്കര ബഹളമാണ്. പക്ഷെ നിങ്ങളാരും ബഹളം വെക്കണ്ട. ഈ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന ആളുകൾക്ക് ഇന്ന് രാത്രി സത്യവേദ പുസ്തകം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നാം ധന്യരായി. ഈ സത്യവചനം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ 1600 വർഷങ്ങൾ കൊണ്ട് ഒരു ഗ്രന്ഥം എന്നതുപോലെ അതിന്റെ തുടക്കവും ഒടുക്കവും ഒരുപോലെ എഴുതപ്പെട്ട ഈ ഉദാത്തമായ ഉന്നതമായ ഗ്രന്ഥം. ഒരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരട്ടെ. ഒരു 10ാം ക്ലാസ്സുകാരനും ഒരു PhD-കാരനും ഒരു വിദ്യാവിഹീനനുമൊക്കെ ചേർന്ന് ഒരു പുസ്തകം എഴുതുന്നിരിക്കട്ടെ കുറച്ച് നാളുകൾ കൊണ്ട്. അത് എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ? 10ാം ക്ലാസ്സുകാരൻ ഇപ്പോ തന്നെ അവൻ എഴുതുന്ന പോലെയാണോ PhD-കാരൻ എഴുതുന്നത്? അവൻ എഴുതുന്ന പോലെയാണോ 8ാം ക്ലാസ്സുകാരൻ എഴുതുന്നത്? അല്ല, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരാൾ അവസാനിപ്പിച്ചത് മറ്റൊരാൾ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവൻ സവിശേഷമായ ചിന്തകൾ ദൈവവചനത്തിലൂടെ ഒന്നോടൊന്ന് ചേർന്ന് ഒന്നോടൊന്ന് ഇണയില്ലാതിരിക്കയില്ലെന്ന് വായിക്കുന്ന പോലെ വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഉദാത്തവും ഉന്നതവും ശ്രേഷ്ഠവുമായ തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആമേൻ, സത്യവചനം അത് വിശുദ്ധ ബൈബിളാണ്. ആമേൻ, 66 ഗ്രന്ഥങ്ങൾ അടങ്ങിയ ദൈവവചനത്തിന് ആമേൻ, ഈ വചനത്തിന്റെ ശക്തി എന്താണെന്നറിയാമോ? വചനത്തിന് വലിയ ശക്തിയുണ്ട്. വചനത്തിന് വലിയ ശക്തിയുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഈ വചനം ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ചെന്നാൽ അവനെ രൂപാന്തരവും ഭാവാന്തരവും വരുത്തുന്നതാണ് വചനം. ഞാൻ എന്നോടുകൂടെ സുവിശേഷ രണാങ്കണത്തിൽ ശുശ്രൂഷയിൽ ഞാനും കൂടെ ചേർന്ന് പലയിടങ്ങളിൽ പരസ്യയോഗം നടത്തിയ ഒരു ഗീതാകൃഷ്ണനുണ്ട്. ഗീതാകൃഷ്ണൻ ഇന്നും ശക്തനായി നിലകൊള്ളുന്ന ഒരു കർത്തൃദാസനാണ്. മൂന്നാറിന്റെ മണ്ണിൽ വെച്ച് ഒരു ആദിവാസിയെ വെടിവെച്ചു കൊന്ന മനുഷ്യൻ, ജയിലറകളിൽ അവൻ കിടന്ന് ജീവിതത്തിൽ നരകിച്ചൊരു മനുഷ്യൻ. പക്ഷേ തീരുമാനമെടുത്തു. കർത്താവിന്റെ വചനത്തിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രതി കയ്യിൽ കിട്ടിയപ്പോൾ അവിടെ വെച്ചവൻ മാനസാന്തരപ്പെട്ടു. ഗീതാകൃഷ്ണൻ ഇന്ന് ശക്തനായ ഒരു വാഗ്മിയാണ്. കർത്താവിന്റെ വേലയിൽ ശക്തിയോടുകൂടെ പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനാണ്. എന്താ അവന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയത്? കോപിഷ്ഠനായി, ദോഷക്കാരനായി, ജീവിതത്തിൽ ആകാത്തത് പ്രവർത്തിച്ച് ഒരു മനുഷ്യനെ കൊന്ന ഗീതാകൃഷ്ണനെ മാറ്റിമറിച്ചത് ഈ ദൈവത്തിന്റെ വചനമാണ്. എന്തിനേറെ പറയണം, റെനി ജോർജ്, ഞാൻ കുമ്മനാട്ട് പഠിക്കുമ്പോഴാണ് കരിക്കമ്പില്ല കൊലക്കേസ്
നടക്കുന്നത്. ഞങ്ങൾ കുമ്പനാട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്. അത് നടത്തിയ റെനി ജോർജ് എന്ന് പറയുന്ന കോട്ടയംകാരൻ, നിങ്ങൾക്കറിയാമോ, ജയിലിൽ വെച്ച് അവനും അവന്റെ കൂട്ടത്തിലുള്ള ആളുകളും കൂടെ ഒരു തീരുമാനമെടുത്തു. ഇനിയും അനവധി കൊള്ളിവയ്പ്പുകൾ ചെയ്യുക എന്നുള്ള തീരുമാനമെടുത്തു. നിങ്ങൾക്കറിയാമോ, KC ജോൺ പാസ്റ്ററിന്റെ ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് ഒരു ദിവസം അവൻ മാനസാന്തരപ്പെട്ടു. മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം പോലും റെനി ജോർജിന്റെ പേരിൽ ഇവിടെ ഇറക്കുകയുണ്ടായി. എന്നാൽ മദ്രാസിലെ മോൻ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ദൈവവൈതലായി. അവൻ ഇന്ന് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം അകത്ത് കയറിയാൽ, ഈ വചനം അകത്ത് കയറിയാൽ, ഞങ്ങൾ പറയുന്നു ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. ഇങ്ങനെ രൂപാന്തരപ്പെടുന്ന മറ്റൊരു പുസ്തകമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ദൈവവചനം വായിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യഥാർത്ഥമായ സത്യമറിയുവാൻ കഴിഞ്ഞ ആയിരങ്ങളുണ്ട്. സുവിശേഷ രണാങ്കണത്തിൽ കർത്താവിന്റെ വേലയുമായി വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ, കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ അനവധി ഇടങ്ങളിൽ സഞ്ചരിപ്പാൻ കഴിഞ്ഞ നാളെ ദൈവം ഭാഗ്യം തന്നു. ആയാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ താറാവ് കൃഷി നടത്തി എല്ലാം നശിച്ച ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു മനുഷ്യൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് അദ്ദേഹം പാസ്റ്ററാണ്. തൈമൂട്ടിൽ ടോമി എന്ന് പറയും. ഇന്ന് കുടുംബമായി സന്തോഷമായി ജീവിക്കുന്നു. തന്റെ മക്കളൊക്കെ ഉന്നതമായ നിലയിലായിരിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കുവാൻ വന്നൊരു മനുഷ്യനെ ജീവിതത്തിലേക്ക് മടത്തി വരുത്തിയത് സുവിശേഷമാണ്. ഞങ്ങൾ കുമളിയിൽ പ്രസംഗിക്കുമ്പോൾ 40 ലക്ഷം രൂപ കടമുള്ള ഒരു മനുഷ്യൻ, ജീവിതത്തിൽ തൂങ്ങി മരിക്കുവാൻ ലോഡ്ജിൽ മുറിയെടുത്തൊരു മനുഷ്യൻ പ്രസംഗം കേട്ട് ഓടി വന്ന് ഞങ്ങളുടെ കാൽക്കൽ വീണു. ഞാൻ പറഞ്ഞത് അന്നവൻ മാനസാന്തരപ്പെട്ടു. ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. എണ്ണി പറഞ്ഞാൽ ഒത്തിരി 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 കാര്യങ്ങൾ പറയാനുണ്ട്. ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ സത്യവേദ പുസ്തകമാണ്. അങ്ങനെ ഒരു പുസ്തകം ചരിത്രത്തിലില്ല. അനവധി മതഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്, ഈടുറ്റ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്, ഉന്നതന്മാരാൽ വിരചിതമായ മനോഹരമായ കാവ്യങ്ങൾ, എന്തിനേറെ പറയണം നോവലുകൾ, എന്തിനേറെ പറയണം മനുഷ്യന്റെ ഹൃദയത്തെ മതിക്കുന്ന, അവന്റെ വികാരങ്ങളെ ഇക്കിളി കൊള്ളിക്കുന്ന ഒത്തിരി പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ മനുഷ്യന്റെ അകത്തലത്തോട് ആഴമായി സംസാരിക്കുന്ന, അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന, പാപത്തിൽ നിന്ന് അവൻ യഥാർത്ഥ സത്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരേ ഒരു പുസ്തകം, അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഒന്ന്, സത്യം അറിയണമെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനം അറിയണം. രണ്ട്, ഞാൻ പെട്ടെന്ന് എൻ്റെ വിഷയത്തിൽ വളരെ മുൻപോട്ട് പെട്ടെന്ന് കടന്നു വരാം, എൻ്റെ സമയത്തിന്റെ പരിമിതി എനിക്കറിയാം. രണ്ട്, സത്യമെന്ന് പറഞ്ഞാൽ എന്താ? 1 തീമോഥെയോസ് 3:15 നാം ഇങ്ങനെ വായിക്കുന്നു, സത്യസഭ. സത്യസഭ എന്ന് നാം അവിടെ വായിക്കുന്നു. ഏതാ സത്യസഭ? നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാച്ചൊക്കെ എടുത്തു നോക്കിയാൽ പലരുടെയും വാച്ചിൽ പല സമയമാണ്. ഇത്ര സമയമെന്ന് നമ്മൾ നോക്കുമ്പോൾ മറ്റൊരാളോട് ചോദിച്ചാൽ പറയും 2-3 മിനിറ്റൂടെ വ്യത്യാസം പറയും. വേറൊരാളോട് ചോദിച്ചാൽ പറയും 2-3 മിനിറ്റ് പുറകിലോട്ട് പറയും. കാരണം പലരുടെയും വാച്ചിൽ പല ടൈമാണ്. പക്ഷെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒന്നേ ഉള്ളൂ, ഒറ്റ ടൈമാണ്. അതാ യഥാർത്ഥമായ സമയം എന്ന് പറയുന്നത് പോലെ സത്യസഭ ഏതാ? ചിലർ പറയുന്നു ഞങ്ങളുടെ സഭയാ സത്യം. അപ്പോസ്തലികവും കാതോലികവും ശ്ലൈഹികവുമായ തിരുസഭ അത് ഞങ്ങളുടെ സഭയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. സന്തോഷം. പക്ഷെ തിരുസഭ ഏതാണെന്ന് എങ്ങനെ അറിയാം, എങ്ങനെ പഠിക്കാം? ഇതിനൊരു ഞാനീ പറഞ്ഞ പോലെ ഈ സമയത്തിനൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉള്ളതുപോലെ സത്യസഭ ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിനുവേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടൈമുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന ആലോചനയുണ്ട്. അത് ദൈവവചനമാണ്. വചനമനുസരിച്ച് നിലനിൽക്കുന്നതാ ദൈവസഭ. ഞാൻ മത്തായി സുവിശേഷത്തിലേക്ക് വേഗം വന്നാൽ തിരുസഭയുടെ തുടക്കം ഫിലിപ്പിന്റെ കൈസരിയിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു ഇരമ്യാവാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്, യോഹന്നാനാണ്, എന്ന് വേണ്ട ഏലിയാവാണ്, പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. കർത്താവ് അത് കേട്ടു.
എന്ന് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പൊ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് മറുപടി പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എത്രയും നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആദ്യത്തെ പ്രസ്താവന അതാ. ഇവിടെ ശ്രദ്ധിക്കണം, പത്രോസിനോട് പറയുക, നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയ ഈ സത്യമുണ്ടല്ലോ, അത് മനുഷ്യനാരും വെളിപ്പെടുത്തിയതല്ല, പിന്നെ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വെളിപ്പാടാ. അപ്പൊ തിരുസഭയിൽ എവിടെ നിന്ന് വെളിപ്പാട് കിട്ടണം? തിരുസഭയുടെ അംഗമായി തീരാൻ മുകളിൽ നിന്ന് വെളിപ്പാട് കിട്ടണം. ഇവിടെ മനുഷ്യനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് യെരമ്യാവാണോ യോഹന്നാനാണോ സ്നാപകനാണോ അവന് ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് യേശുവിനെ പല നിലകളിൽ ആളുകൾ കാണുമ്പോൾ ഇന്നും എത്രയോ അഭിപ്രായങ്ങളാ. യേശു എന്ത് നല്ല മനുഷ്യനാ, യേശു കാൽവറി മരിച്ചില്ലേ, യേശുവിൻ്റെ രൂപം കൊണ്ട് നടക്കുന്നവർ എന്ന് വേണ്ട, യേശുവിനെ വണങ്ങുന്നവർ, യേശുവിനെ നല്ല മനുഷ്യനായി കാണുന്നവർ. അപ്പൊ തന്നെ എൻ്റെ മറുവശം കൂടെ യേശു വ്യഭിചാരപുത്രനാണെന്ന് പഠിപ്പിക്കുന്ന ഏറ്റി കോവൂര് സഹിതമുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെയും പറയുന്ന പുള്ളികളില്ലേ? ഉണ്ട്. പക്ഷെ യേശു ആരാണെന്നറിയണമെങ്കിൽ മുകളിൽ നിന്ന് വെളിപ്പാട് കിട്ടണം. ആ വെളിപ്പാട് കിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാനുഷികമായ പഠനശാലയ്ക്കകത്തുനിന്ന് എന്തെങ്കിലും പഠിച്ച് തലയ്ക്കകത്ത് കയറുന്ന ആ ഒരു അനുഭവമല്ല യേശുവിനെ കുറിച്ചുള്ളതുപോലെ തിരിച്ചറിയുന്നത്. മറിച്ച് അകത്തലങ്ങളിൽ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവവുമായുള്ള ആ ഉന്നതമായ വെളിപ്പാടിന്റെ ആത്യന്തികമായ അനുഭവം അകത്തലങ്ങളിൽ വെളിപ്പെടുന്നതാണ് യേശു ആരെന്ന് രുചിച്ചറിയാൻ കഴിയുന്നത്. പറഞ്ഞു വന്ന സമയം പോകും, എൻ്റെ മുമ്പിൽ സമയമില്ല. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തെ വിട്ട് ദൈവം ആരാന്ന് മനസ്സിലാക്കാത്തക്ക നിലയിൽ ഈ പ്രകൃതിയെ തന്നെ ദൈവം നിർത്തിയിരിക്കുക. ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കിയേ. ഇപ്പൊ ഞാനിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ മൊബൈൽ ഫോണിലൂടെയാ. ഈ മൊബൈൽ ഫോൺ ഒരു സുപ്രഭാതത്തിൽ തന്നെ ഉണ്ടായെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം പറയും പുള്ളിക്ക് വട്ട, വേഗം ഊളം പറക്കി കൊണ്ടുപോകാൻ പറയും. ഇതിന്റെ പുറകിൽ ഒരു കമ്പനി ഉണ്ട്, ഇതിന്റെ പുറകിൽ സൂപ്പർ മൈൻഡ് ഉണ്ട്, ഇതിന്റെ പ്രവർത്തനങ്ങളുടെ പുറകിലെല്ലാം ചലിക്ക്. ഇതുപോലെ ഈ പ്രപഞ്ചത്തെ നോക്കിയേ. ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതല്ല. ഇവിടെ ഒരു വീടുണ്ട്, ഈ വീടിന്റെ പുറകിൽ ഒരു ആശാരിയുണ്ട്, ഇതിന്റെ പുറകിൽ ചില മേസ്ത്രിമാരുണ്ട്, ഇതിന്റെ പുറകിൽ അധ്വാനിച്ച എഞ്ചിനീയർമാരുണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ ഇവിടെ സൂപ്പർ മൈൻഡ് ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഒരു വലിയ ദൈവമുണ്ട്. റോമാലേഖനത്തിലെ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് അവന് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇതിന്റെ പുറകിൽ ഒരു ദൈവമുണ്ട്. ഈ മേശയ്ക്ക് ഇത് പണിത ഒരാളുണ്ടെങ്കിൽ, ഈ വീടിന് ഇതിന് പിന്നിൽ പണിത ഒരു മേസ്തിരി ഉണ്ടെങ്കിൽ, ഈ കസേരയ്ക്ക് ഇതിന്റെ പിന്നിൽ ഇതിനെ ക്രമീകരിച്ച ഒരാളുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ ഒരു ദൈവമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം വളരെ ശക്തമായ ഭാഷയിൽ ആമേൻ ദൈവജനം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പക്ഷേ നാം റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇതറിഞ്ഞിട്ടും അറിയാതെ മനുഷ്യൻ ദൈവത്തെ മഹത്വീകരിക്കുകയോ ദൈവത്തോട് നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവന്റെ ബുദ്ധി ദൈവത്തിൽ നിന്ന് അകന്നിട്ട് അവൻ എന്ത് ചെയ്തു? ക്ഷയമുള്ള മനുഷ്യൻ, കന്നുകാലി, എന്ന് വേണ്ട പക്ഷി, ആ നിലകളിലുള്ള രൂപങ്ങളെ ഉണ്ടാക്കി ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ ഉള്ളതുപോലെ അറിയാൻ കഴിയാതെ സത്യത്തെ എന്ത് ചെയ്തു? മറച്ചു വെച്ച് സത്യത്തിനെതിരായി മനുഷ്യൻ ചലിച്ചതിനെ കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു.
ഇന്ന് കാണുന്ന ഈ തകർച്ചയ്ക്കൊക്കെ കാരണം യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വീകരിക്കാൻ കഴിയാത്തതിന്റെ തകർച്ചയാ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ എല്ലാം കാരണം. നിങ്ങൾ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ആ പട്ടികപ്പെട്ട പാപങ്ങൾ, അവൻ ആണോട് അവലക്ഷണമായി ഇത് പ്രവർത്തിക്കുന്നു, പെണ്ണ് പെണ്ണിനോട് അവലക്ഷണമായി ഇത് പ്രവർത്തിക്കുന്നു. ആണും പെണ്ണും ചേർന്ന് ദൈവമുണ്ടാക്കിയ കുടുംബ ജീവിതത്തിന്റെ ആ മനോഹരത നഷ്ടപ്പെടുത്തി ഇന്നും മനുഷ്യൻ തോന്നിയവാസമായി ജീവിക്കുന്നതിന്റെ പുറകിൽ ദൈവത്തെ ഉള്ളതുപോലെ ഗ്രഹിക്കാൻ കഴിയാതെ, ദൈവത്തെ ഉള്ളതുപോലെ സ്നേഹിക്കാൻ കഴിയാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളുടെ എല്ലാം പുറകിൽ ദൈവത്തെ കൂടാതെ ചലിക്കുന്ന പാപത്തിന്റെ മാരകരമായ ശക്തിയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിസ്തരിക്കുന്നില്ല. പക്ഷെ ദൈവത്തെ ഉള്ളതുപോലെ അറിയാൻ കഴിയുന്നത് എങ്ങനെയാ? ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണോ? ദൈവത്തെ എങ്ങനെ അറിയാം? അതാ പത്രോസ് പറയുന്നത്, ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സ്വർഗത്തിൽ നിന്നായി വെളിപ്പാട് കിട്ടിയത്. കർത്താവ് പറഞ്ഞു, നീ പത്രോസാ. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം പാറകഷ്ണം എന്ന, പെട്രോസ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ പെട്രാമേൽ, കർത്താവിനെ തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പെട്രോസ് ആകുന്നു, ഈ പെട്രാമേൽ ഞാൻ എന്റെ എക്ലീസിയെ പണിയും. ചിലരിപ്പോഴും പറയുന്നത് പത്രോസിന്റെ മേലാ സഭ ഇരിക്കുന്നെന്നാണ്. പത്രോസ് വെറും പാറക്കഷ്ണമാണ്. പെട്രോസ് എന്നൊരു പദമാണ് പത്രോസ് എന്നുള്ള ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പെട്ര, അതാണ് പാറ. അതാരെന്നറിയാവോ? അത് ക്രിസ്തുവാ. ഈ പെട്രാമേൽ, അത് പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, 1 പത്രോസ് 2-ാം അധ്യായം എടുത്താൽ മതി, വാക്യങ്ങളൊന്നും എടുക്കാൻ സമയമില്ല, എന്റെ സമയം തീർന്നു. അവൻ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹം പണിയപ്പെടുന്നു, ആത്മീയ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പൊ പത്രോസ് അല്ല കല്ല്, പത്രോസ് അല്ല പാറ. ഇന്നും സഭ പത്രോസിന്റെ മേലെ പണിതിരിക്കുന്നുള്ള തെറ്റിദ്ധാരണകൾ, വികലമായ ചിന്തകൾ അനവധി ആളുകളുടെ ഇടയിലുണ്ട്. പക്ഷെ ഞങ്ങൾ പറയട്ടെ, ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യം, തിരുസഭയുടെ അടിസ്ഥാനമാരാണ്, തിരുസഭയുടെ അംഗമാരാണ്, തിരുസഭയിൽ എങ്ങനെ കർത്താവുമായി ബന്ധപ്പെടാം, ഈ വാക്യം പഠിപ്പിക്കുന്നു. ഉയരങ്ങളിൽ നിന്നുള്ള വെളിപ്പാട് അകത്ത് കയറണം, യേശു അകത്ത് കയറണം, യേശു പുറമെ. കഴിഞ്ഞൊരു ദിവസം ഞങ്ങളൊരു സുവിശേഷം അറിയിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ യേശു ഇങ്ങനെ കലണ്ടറിൽ നല്ലൊരു പടം ഫാനിട്ടപ്പോൾ യേശു ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. പറഞ്ഞു വന്നപ്പോൾ എന്നോട് അവിടുത്തെ ആൻറ്റി പറഞ്ഞു, കണ്ടോ യേശുവിനെ കണ്ടോ പടം? പക്ഷെ യേശു കലണ്ടറിൽ ഇങ്ങനെ ഫാനിട്ടപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ ആൻറ്റി, യേശു ആടുന്ന കലണ്ടറിൽ കിടക്കുന്ന യേശു അല്ല യേശു. യേശു നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ട യേശുവാ. അകത്ത് കയറണം, യേശു വെളിപ്പാട് കിട്ടണം, ദൈവകൃപ വ്യാപരിക്കണം. അങ്ങനെയുള്ളവരെ പെട്രാമേൽ ചേർത്ത് വെച്ച് പെട്രോസാക്കി തിരുസഭ പണിയപ്പെടുകയാ. ആ ജീവനുള്ള കല്ലിനാൽ, ജീവനുള്ള കല്ലോട് ചേർത്ത് വെച്ച് ജീവൻ വ്യാപരിച്ച് പണിയപ്പെടുന്ന ഈ ജീവനുള്ള സൗധം ഇവിടുന്ന് പറക്കാൻ സമയമായി. ആ സൗധത്തിന്റെ പേരാ ദൈവസഭ, തിരുസഭ, സത്യത്തിന്റെ അടിത്തറയായ തിരുസഭ. സത്യത്തിന്റെ അടിത്തറ 7 ഉപദേശങ്ങള്. ഈ അടിത്തറയിൽ പണിയപ്പെടുന്ന പരിശുദ്ധാത്മാവ് പണിയുന്ന തിരുസഭ, അതാണ് സത്യസഭ. അത് 1-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത് നാളിൽ ഇത് ആരംഭിച്ച് അന്ന് പത്രോസ്ലീഹ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം നടത്തി. അന്ന് പള്ളിയിൽ വലിയ പെരുന്നാൾ നടക്കുക, അന്നേ ഭയങ്കര പെരുന്നാൾ നടക്കുക. അവിടെ പെന്തിക്കുസ്താ പെരുന്നാൾ നടക്കുക. അവിടെ 2 പ്രത്യേകിച്ച് പുളിപ്പുള്ള അപ്പവും പുളിപ്പില്ലാത്ത അപ്പവും കൊണ്ടുവന്ന് പുരോഹിതന്മാർ യാഗം നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് മാളിക മുറിയിൽ കേൾക്കാം ഭയങ്കര ശബ്ദം, ആരാധനയുടെ അന്യഭാഷയുടെ ശബ്ദം. ജനമെല്ലാം പള്ളി വിട്ട് ഓടി മാളിക മുറിയിലേക്ക് വന്നു. നോക്കിയപ്പോൾ ആളുകളെല്ലാം കൂടെ ഭയങ്കര ഒച്ചപ്പാട്, അന്യഭാഷ. ചിലർ പറഞ്ഞു, എടാ ഈ കള്ള് കുടിച്ചേച്ചാടാ. ചിലർ പറഞ്ഞു 11-ാം മണി നേരത്തെ ആരാ കള്ള് കുടിക്കുന്നേ? അല്ലെന്നേ, ഇവർ ദൈവത്തിന്റെ വൻകാര്യം പറയാ. വേറെ ചിലർ പറഞ്ഞു വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. ഇപ്പോഴും അങ്ങനെ അന്യഭാഷയും സ്തോത്രവും ദൈവവചനവും ഒക്കെ പറയുമ്പോൾ ചിലർ വേറൊക്കെ അങ്ങ് കാലളയിട്ട് അവർ പറയും, പണിയില്ലടാ, ഇവനൊക്കെ വേറെ പണിയില്ല.
പണിയില്ലാഞ്ഞിട്ടല്ല, ഇത് ഞങ്ങൾ അനുഭവിക്കുന്ന കൊണ്ടാണ് ഈ സത്യം വിളിച്ചു പറയുന്നത്. ആത്മാവിൽ അന്യഭാഷയ്ക്കൊക്കെ എതിരെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് തടുകിട വെക്കുന്ന പുള്ളികളെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ആത്മാവിൽ സംസാരിക്കുന്ന അന്യഭാഷ നിനക്കറിയത്തില്ല. സ്വർഗവുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതന്മാരുടെ ഭാഷയെ ആത്മനിറവിൽ ദൈവദാസന്മാർ വിളിച്ചു പറയുന്നത്. അതിനെതിരെ നീ സംസാരിച്ചാൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഭാരമായി വീഴും. പരിശുദ്ധാത്മാവാ തിരുസഭയപ്പെടുന്നത്. അത് പെന്തക്കോസ്ത് നാളില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ നിറവ് വെളിപ്പെട്ടു, ദൈവശക്തി വെളിപ്പെട്ടു. അന്ന് പത്രോസ് എഴുന്നേറ്റ് ഒരു പ്രസംഗം നടത്തി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ഇങ്ങനെ അടിസ്ഥാനപരമായ 7 ഉപദേശങ്ങൾ ഒരുമിച്ച് ചേർന്ന് സത്യത്തിന്റെ തൂണായ തിരുസഭ ഇന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവിടെയും ഇവിടെയുമൊക്കെ ഞങ്ങളും സഭയാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവവചന സത്യം അധിഷ്ഠിതമായി അതിനകത്തു നിൽക്കുന്ന ഒരു തിരുസഭയുടെ അംഗമാണോ നിങ്ങളെന്ന് ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യാൻ കഴിഞ്ഞാൽ പറയാൻ കഴിയും, ഞാൻ സത്യസഭയുടെ അംഗമാണ്. എന്നാൽ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പീലാത്തോസ് ഈ സത്യത്തെ പിടിച്ച് ബന്ധിച്ച് നിർത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചു, സത്യമെന്നാൽ എന്ത്? സത്യമെന്നാൽ എന്ത്? യേശു പറഞ്ഞു, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് വെളിച്ചം. പക്ഷെ സത്യത്തെ പിടിച്ചു ബന്ധിച്ചു. സത് അധികം തത് സമം യം എന്ന് പറഞ്ഞാൽ മർത്യവും അമർത്യവുമായതെല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്നതാണ് സത്യം. ചാന്ദ്യോഗ ഉപനിഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, മർത്യവും അമർത്യവും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് സത്യം. യഥാർത്ഥമായി മനുഷ്യനും ദൈവവുമായി ലോകത്തിൽ ഇറങ്ങി വന്ന ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശദീകരിക്കാൻ സമയം പോരാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത് അധികം തത് സമം യം, സത്യം. മനുഷ്യവർഗത്തിന് വേണ്ടി മനുഷ്യനായി ദൈവമായവൻ ഇറങ്ങി വന്നു. മനുഷ്യനെ പോലെ വിശന്നു, ദാഹിച്ചു, വെള്ളം കുടിച്ചു, നടന്നു, ക്ഷീണിച്ചു, ഉപവസിച്ചു, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ദൈവമായിരുന്നത് കൊണ്ട് ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞു. ദൈവമായിരുന്നത് കൊണ്ട് കാറ്റിനെ ശാസിച്ചു, കടലിനെ. മർത്യവും അമർത്യവുമായത് ഒരുപോലെ സമന്വയിപ്പിച്ച ലോർഡ് ബൈബിൾ പറയുന്നത് ഏക വ്യക്തിത്വം, അത് കർത്താവായ യേശുവാണ്. ആ യേശുവാണ് യഥാർത്ഥ സത്യം. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സത്യത്തെ ബന്ധിച്ചു നിർത്തിയിട്ട് സത്യം ഏതാന്ന് ചോദിക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, സത്യത്തിലേക്ക് വരിക, നിന്റെ ഹൃദയം തുറക്കുക. യഥാർത്ഥ സത്യസഭ, സത്യവചനം, സത്യത്തിൻ്റെ ആരാധന, സത്യത്താലുള്ള വിടുതൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ സത്യവചനത്തിൻ്റെ മാറ്റമില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യഥാർത്ഥമായ സത്യത്തെ അങ്ങ് ഹൃദയം തുറന്ന് പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ മഹത്വമുള്ളതുപോലെ അവർ കാണട്ടെ. ഇന്ന് രാത്രി ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വചനം ശ്രദ്ധിക്കുന്നവരുടെ ഉള്ളങ്ങളെ കർത്താവ് തുറക്കണമേ. സത്യവചനം എന്തെന്നും സത്യസഭ ഏതെന്നും ദൈവവചനപ്രകാരം ആയിത്തീരേണ്ടത് എങ്ങനെയെന്നുമൊക്കെ കർത്താവിനെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് ആ സത്യത്തെ ബന്ധിച്ചു നിർത്തുകയല്ല, സത്യത്തെ യഥാർത്ഥമായി സ്വീകരിപ്പാൻ അനേകരെ കർത്താവ് ഒരുക്കണം. അങ്ങയുടെ മാറ്റമില്ലാത്ത ശക്തിയും ശബ്ദവും അനേകർക്ക് വിടുതലായി മാറട്ടെ. പുത്രനെ മാത്രം മഹത്വപ്പെടുത്തും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.